ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഏകദേശം $50 മില്യൺ ഒരു ഇനാം ട്രംപിനെയും അതുപോലെ ഇസ്രായേൽ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടാതെ ഇറാനിൽ യുദ്ധത്തിനും മേൽക്കൈയെടുത്ത് നടത്തുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡറെയും വധിക്കുന്നതിനായിട്ട് ഇറാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും അതിനാവശ്യമായിട്ടുള്ള ഒരു ബില്ല് ഇറാന്റെ പാർലമെന്റിൽ പാസ്സാക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് മാത്രവുമല്ല, അതിനോടൊപ്പം ഇതൊരു മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് ആൾക്കാർ കാണണമെന്നും അപ്പൊ അതിന് മുൻകൈയെടുത്ത് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ, അതായത് 2020 റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡറായിട്ടുള്ള കാസിം സുലൈമാനി കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഒട്ടനവധി സയന്റിസ്റ്റുകൾ, ഇപ്പം അവസാനമായിട്ട് പരമോന്നത നേതാവ് ഖമേനി കൊല്ലപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധഭീഷണി നിലനിൽക്കുന്നു. അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഇറാൻ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുകയും അതിനൊരു പാരിതോഷികമായിട്ട് ഇത്ര രൂപ കൊടുക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം യുദ്ധം മുന്നോട്ട് പോകുമോ എന്നതിനെ കുറിച്ച് ആർക്കും വ്യക്തമായിട്ടുള്ള ഒരു രൂപമില്ല. ഇനി എങ്ങനെയാണ് ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകുക, വെടിനിർത്തൽ മാറി അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു ചിത്രമില്ല. അപ്പൊ ആ ഘട്ടത്തിൽ വേണം ഇതിനെ കാണാൻ. ഇവർ പരസ്പരം എത്രമാത്രം വൈര്യത്തിലാണ് നിൽക്കുന്നത്, എത്രമാത്രം ശത്രുതയിലാണ്, പരസ്പരം നേതാക്കന്മാരെ ഇല്ലാതാക്കുവാൻ തക്ക രീതിയിൽ ബന്ധം വഷളായിരിക്കുന്നു, സങ്കീർണമായിരിക്കുന്നു. ഇനി അതിനപ്പുറത്ത് എന്താണ് പറയേണ്ടത്? ഈ ചർച്ച ചെയ്യേണ്ടവർ പരസ്പരം ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്, അതിന് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ, യുദ്ധത്തിലിരിക്കുന്ന രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ സംഘർഷം എത്രമാത്രം ദുഷ്കരമാണ്, പ്രശ്നം എത്രമാത്രം വഷളായിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെ ആ രീതിയിൽ മാത്രമേ നമുക്കിപ്പോൾ വിലയിരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ശത്രുതയെ അത് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അത് മാത്രവുമല്ല, ഇനി യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് ഉള്ള അവ്യക്തതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൾഫിലെ അമേരിക്കയുടെ പ്രധാന പങ്കാളികളും സുഹൃത്തുക്കളുമായ 3 രാജ്യങ്ങൾ തന്നോട് പ്രത്യേകം അഭ്യർത്ഥിച്ചതെ മാനിച്ചാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞ യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നത് എന്ന് ട്രംപ് പറയുകയുണ്ടായി. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ 3 രാജ്യങ്ങൾ തൽക്കാലം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ചതുകൊണ്ടും അവരുടെ അഭ്യർത്ഥനയെ ബഹുമാനിച്ചുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാത്തതെന്നും ട്രംപ് പറയുകയുണ്ടായി. അതേസമയം ഇറാൻ തിരിച്ചു പറഞ്ഞത്, ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്, അതുകൊണ്ട് തുറന്ന യുദ്ധമെങ്കിൽ യുദ്ധം, അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാരെ വധിക്കുവാനായിട്ടുള്ള ചില നിയമം പാസാക്കുകയാണ് പാർലമെന്റിൽ. അപ്പൊ എത്രമാത്രം ബന്ധം വഷളായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇനി എത്രമാത്രം നമുക്ക് കടന്നു വരാൻ കഴിയും എന്നതിനെ കുറിച്ചും ഒരു ധാരണ ആകാത്തത് അതുകൊണ്ടാണ് എന്ന് നമുക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അതായത് ഈ നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ട്രംപ് അത് മാറ്റി പറഞ്ഞുകൂടെ? വീണ്ടും ഈ യുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയില്ലേ? കാരണം അതിനുള്ള ഉദാഹരണങ്ങൾ നിരവധി നമുക്ക് മുന്നിൽ നേരത്തെ തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോ ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും ശരിയാണെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊരു ഇടക്കാലം കിട്ടിയെങ്കിലും വെടിനിർത്തൽ കാലയളവിനെ അവർ ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ പരസ്പരം ആയുധപുരകളും ആയുധങ്ങളും തേച്ചു മിനുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു സമാധാനത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വെടിനിർത്തൽ കൈവിട്ട് പോകുമോ എന്ന് ഭയന്നിട്ടാകാം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഈ രാജ്യങ്ങൾ ഇടപെട്ട് ഒരല്പം കൂടെ കാത്തിരുന്നാൽ വെടിനിർത്തലിലേക്ക് പോകാം, സാധിക്കുമായിരിക്കുമെന്നുള്ള ഒരു ഐഡിയ വന്നത്. അപ്പൊ നമുക്ക് അതിനെ ആ രീതിയിൽ കാണാം. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെടിനിർത്തൽ ഒരു ഘട്ടത്തിലും അത് നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ നിലപാടും
സമ്മർദ്ദ തന്ത്രങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് ഇറാനെ ഇനിയൊരു തുറന്ന യുദ്ധത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയൂ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ടൊരു വെടിനിർത്തൽ എത്രമാത്രം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഇനി യുദ്ധം ഏത് സമയവും പൊട്ടിപ്പുറപ്പെടാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതോ ഈ പ്രസ്താവനകളിലൂടെ ഉയർത്തുന്ന സമ്മർദ്ദത്തിൽ നിന്ന് ഇറാൻ വഴങ്ങുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ പരസ്പരം അംഗീകരിച്ച് ഒരു സമാധാനത്തിലേക്ക് പോകുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറച്ച് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു മുനയിൽ നിന്നാണ്, ആ ഒരു ബ്രിങ്കിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു യുദ്ധം, തുറന്ന യുദ്ധം വീണ്ടും തുടങ്ങാതിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. അതായത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും വധിക്കാനുള്ള ഈ ഒരു നീക്കം, ഇതൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമായി വന്നില്ല എങ്കിൽ പോലും ഇത്തരമൊരു പ്രസ്താവന പോലും വരുന്നത് ട്രംപിനെ ചൊടിപ്പിക്കുന്ന ഒരു ഘടകമാകില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ട്രംപ് പലരെയും കൊന്നുകളയും, ഇറാൻ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ, സിവിലൈസേഷനെ ഇല്ലാതാക്കും. കൂടാതെ ഇറാന്റെ പരമോന്നത നേതാവിനെ ഓൾറെഡി കൊന്നുകളഞ്ഞു. മാത്രമല്ല അവരുടെ നിരവധിയായ നേതാക്കന്മാരെ കൊന്നുകളഞ്ഞു. അതുകൊണ്ടുകൂടിയാണല്ലോ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ട്രംപിനെ പോലെ വളരെ ഒരു രാജാവിനെ പോലെ പെരുമാറുന്ന, അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുന്നവരെല്ലാം തന്റെ മുന്നിൽ കുനിഞ്ഞു വണങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം, തനിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുമ്പോൾ അത് ട്രംപിനെ ചൊടിപ്പിക്കും. അല്ലെങ്കിൽ യുദ്ധം, എന്റെ അഭിപ്രായത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാതെ യുദ്ധം വിജയിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ട്രംപ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ ട്രംപിന്റെ ഈ ബാലൻസ്, അദ്ദേഹത്തിന്റെ മെർക്കൂറിയലായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഡിപ്ലോമസി, അവിടെ എന്ത് സംഭവിക്കാം. അതുകൊണ്ട് ട്രംപിനെ ചൊടിപ്പിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ട്രംപ് ഇനി അടുത്തതായിട്ട് എടുക്കുവാൻ പോകുന്ന നടപടി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഈ അമേരിക്ക യുദ്ധം തുടങ്ങിയ സമയത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ള ഇറാന്റെ രണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ആണവായുധങ്ങളും മിസൈലുകളും ഇറാന് കൈവശം വയ്ക്കുവാൻ പാടില്ല എന്നൊരു നിലപാട് അമേരിക്ക എടുക്കുവാൻ കാരണമായി അവർ പറഞ്ഞത്. ഇനി ട്രംപിനെ കൂടെ കൊന്നുകളയും, ഡെത്ത് ടു ട്രംപ്, ഡെത്ത് ടു നെതന്യാഹു എന്ന് ഇറാൻ പാർലമെന്റിൽ നിയമം പാസാക്കി, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രസ്താവനകൾ ഇറാൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിനെ ചൊടിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമാധാന ശ്രമങ്ങൾക്ക് അത് വലിയ വിലങ്ങതടിയാവും. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പ്രവചനാതീതമാണ്. ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ലോകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓയിലിന്റെ വില പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വില വളരെയധികം ഇടിഞ്ഞ് താഴെ നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ വ്യാപാരം അവിടെ തുറന്നുകൊണ്ട് പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയോ ഒരു ഐഡിയയോ രാജ്യങ്ങൾക്കൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടം. ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഈ ട്രംപിനെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ നവംബറിലൊക്കെ മറ്റേ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നടന്ന അഭിപ്രായ സർവേകൾ ട്രംപ് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുമുണ്ട്. അതേസമയം അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു വിജയം ഉണ്ടെങ്കിൽ മാത്രമേ ട്രംപിന് പിടിച്ചു നിൽക്കാനും കഴിയൂ. എന്തായിരുന്നാലും ഒരു നീണ്ട യുദ്ധം ഒരിക്കലും അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക ഈ പറയുന്ന ഇറാന്റെ ആണവായുധ ശേഖരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതിന് അമേരിക്കൻ പട്ടാളം ഇറാന്റെ ഭൂമിയിൽ, ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടി വരും. അങ്ങനെ വന്നാൽ ഇറാൻ സൈനികർ ചെറിയ തോതിലാണെങ്കിലും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ വലിയ ആഭ്യന്തര വിമർശനങ്ങൾക്ക് വിധേയമാകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് കെട്ടുപിടഞ്ഞ് കിടക്കുന്നത് കൊണ്ട് യുദ്ധം ചെയ്യുമോ ചെയ്യുകയില്ലയോ എന്ന ഒന്നും കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ വെടിനിർത്തലിനെ വലിയ കാര്യമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും സന്ധിയിലേക്കോ അല്ലെങ്കിൽ ഉടമ്പടിയിലോ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകളുമാണ് ഇരു കൂട്ടരും ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുമ്പൊരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവ്യക്തത, എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്നതിനെ കുറിച്ചോ എങ്ങനെയാണ് ഞങ്ങൾ യുദ്ധത്തെ ഇനി യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഇടപെടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചോ ഇറാനോ അമേരിക്കയ്ക്കോ മറ്റു ലോക രാഷ്ട്രങ്ങൾക്കോ അമേരിക്കയുടെ പങ്കാളികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾക്കോ
ചൈനയ്ക്കോ ഒന്നും തന്നെ ഒരു വ്യക്തമായ ചിത്രമില്ലാത്ത വളരെ അവ്യക്തമായ സങ്കീർണതയിൽ ആണ് ഇപ്പോൾ യുദ്ധത്തിന്റെ അവസ്ഥ എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.